A 15 kilowatt 1100 rpm motor drives a line shaft at 200 rpm. The center distance approximately 600 millimeter. The motor shaft has a diameter of 50 mm. The starting torque on motor is 2 times the running torque. The load is applied with moderate shock. Select a suitable roller chain drive. Okay, this is the question. So based on this, first of all, we have to write the given data. So here power is given, that is 15 kilowatt. Driver speed, bracket is small sprocket. Ns equal to N1 equal to 1100 rpm. Driven speed, larger sprocket. NL equal to N2. NL means larger diameter of sprocket in the speed. NS means smaller diameter in the speed. Center distance C1 equal to C equal to 600 millimeter, that is equal to 0.6 meter. Small letter d equal to shaft diameter. Small letter d equal to D1. So data book D1 കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് d equal to D1 എന്ന് പറയുന്നത് 50 mm. Service condition is given, that is medium shock. അവിടെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. So step total there are 12 steps. ഈ 12 steps കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് വെലോസിറ്റി റേഷ്യോ കാണണം, അതിനുശേഷം നമ്പർ ഓഫ് ടീത്ത്, പിന്നെ പിച്ച്, then pitch circle diameter of sprocket, then velocity of chain, then tangential force അല്ലെങ്കിൽ tangential load, then we have to find out the allowable working load per strand, then number of strands, then actual factor of safety, then chain length, then exact center distance. Chain length കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ചെയിൻ ലെങ്ത് കണ്ടുപോകാം. എന്നിട്ട് എക്സ്ട്രാ സെൻറ്റർ ഡിസ്റ്റൻസ് കൂടി കണ്ടാൽ, എക്സാക്ട് സെൻറ്റർ ഡിസ്റ്റൻസ് കൂടി കണ്ടാൽ നമ്മുടെ റോളർ ചെയിൻ ഡ്രൈവിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ അവിടെ മൊത്തത്തിൽ 12 സ്റ്റെപ്സാണ് ഉള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ 12 സ്റ്റെപ്സിൻ്റെ പേര് കൃത്യമായിട്ട് ഓർമ്മ വേണം, എന്നിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടത്. സോ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി വെലോസിറ്റി റേഷ്യോ I ഈക്വൽ ടു N1/N2, ദാറ്റ് ഈസ് ഈക്വൽ ടു NS/NL ഈക്വൽ ടു Z2 ഡിവൈഡ് ബൈ Z1. Z1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടീത്ത് ഓൺ സ്മോളർ സ്പ്രോക്കറ്റ് ആണ്. അപ്പോൾ N1ഉം N2ഉം അല്ലെങ്കിൽ NSഉം NLഉം തന്ന സ്ഥിതിക്ക് I കണ്ടുപിടിക്കൂ 5.5 കിട്ടി. ഇനി സ്റ്റെപ്പ് 2 നമ്പർ ഓഫ് ടീത്ത കണ്ടുപിടിക്കേണ്ടത്. സോ ഇക്വേഷൻ I ഈക്വൽ ടു Z2 ഡിവൈഡ് ബൈ Z1. Z1 ഈസ് ഈക്വൽ ടു 21 വരിക. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 339, ടേബിൾ 14.36. 339 ഇവിടെ കാണാൻ പറ്റും. 339 ടേബിൾ 14.36 ട്രാൻസ്മിഷൻ റേഷ്യോ I ഈക്വൽ ടു Z2 ഡിവൈഡ് ബൈ Z1 നമുക്ക് കിട്ടിയത് 5.5 ആണ്. അപ്പോൾ 5 × 5 7 ഇവിടെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിന് നേരെ താഴത്തെ വാല്യൂ എടുക്കും. അങ്ങനെ ഞാൻ Z1 എത്ര എടുക്കൂ? 21 എടുത്തത്. 17 മുതൽ 21 വരെ റേഞ്ച് എടുക്കാം. ചില ആൾക്കാർക്ക് 19 എടുക്കാം, ചില 21 വരെ എടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തത് 21 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ Z1 ഈസ് ഈക്വൽ ടു 21 എടുത്തു. ഇനി 21 വെച്ച് നമുക്ക് Z2 കാണാമല്ലോ. Z2 ഈസ് ഈക്വൽ ടു I × Z1. സോ അങ്ങനെ 115.5 വരും. 5.5 × 21. സോ 115.5 വരും. 116 എടുത്തു. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3 നമ്പർ കണ്ടുപിടിക്കുന്നത് പിച്ചാണ്. അപ്പോൾ പിച്ച് കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 300 14.22b കാണാൻ പറ്റും. P <= 10 ബ്രാക്കറ്റിൽ 60.67 ഡിവൈഡ് ബൈ N1 ഇൻറ്റു ഓൾ റേസ് ടു 2/3 എന്ന് കാണാൻ പറ്റും. ഈ N1 കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ് ക്യാപിറ്റൽ ലെറ്റർ N1 ഡിവൈഡ് ബൈ 6. അത് ഡാറ്റാ ബുക്കിൽ ഉണ്ടാവില്ല, അത് പഠിക്കേണ്ടി വരും. അപ്പോൾ സ്മോൾ ലെറ്റർ N1 ഈക്വൽ ടു 1100 ഡിവൈഡ് ബൈ 60 18.33 കിട്ടി. അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് P <= എത്ര വരും? 22.21 mm എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയ പിച്ച്. പക്ഷെ അത് മാത്രം പോരാ, നമുക്ക് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് പിച്ച് കണ്ടേ. അപ്പോൾ ഡാറ്റാ ബുക്കിൽ ഇതേ വാല്യൂ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ സ്റ്റാൻഡേർഡൈസ്ഡ് P <= ആണ് 22.21 mm വരെ ആവാം. അതിൽ കൂടാൻ പാടില്ല, പിന്നെ അതിൽ കുറയാം. കുഴപ്പമില്ല, ശകലം കുറഞ്ഞ സേഫാണ്. സോ ഇൻ ഓർഡർ ടു സ്റ്റാൻഡേർഡൈസ് ദോസ് പിച്ച് റെഫർ ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 340 നമ്മൾ ടേബിൾ 14.39a നോക്കണം. അപ്പോൾ ഇവിടെ ടേബിൾ 14.39a നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ വാല്യൂ 22.21 ആണ്. പക്ഷേ ഇവിടെ രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ നോക്കണം, പിച്ച് കാണാൻ പറ്റും ഡാറ്റാ ബുക്കിൽ.
അപ്പോൾ അവിടെ 22.21 ഇല്ല, പകരം 25.40 ഉള്ള. അപ്പോൾ അത് 22.21 വലുതാണ്. അപ്പോൾ നമ്മൾ 22.21 ചെറുതുള്ള എടുക്കുക. എത്ര ഇവിടെ 19.05 കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ 19.05 ആയിരിക്കും സ്റ്റാൻഡേർഡ് എസ്റ്റേറ്റിൽ പിച്ച്. ഇത് ഇവിടെ കാണാൻ പറ്റും. അതായത് 19.05 അതാണ് സ്റ്റാൻഡേർഡ് എസ്റ്റേറ്റിൽ പിച്ച്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി സ്റ്റാൻഡേർഡ് പിച്ച് അങ്ങനെ നമുക്ക് എത്ര കിട്ടി? 19.05 കിട്ടി. അത് ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 349 ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 349 അല്ല 340, ടേബിൾ 14.39A. അപ്പോൾ അവിടെ പോയിട്ടാകുമ്പോൾ നമുക്ക് ഒന്നാമത്തെ കോളത്തിൽ നിന്ന് രണ്ടാമത്തെ കോളത്തിൽ നിന്ന് പിച്ചിൻ്റെ വാല്യൂ കാണാം. ഇനി അതിൻ്റെ ആ വാല്യൂവിൻ്റെ സ്ട്രെയിറ്റ് നോക്കുമ്പോൾ ഒന്നാമത്തെ കോളത്തിൽ ചെയിൻ നമ്പർ എന്ന് കാണാൻ പറ്റും. അത് 12B എന്ന് കാണാം. അപ്പോൾ അത് എഴുതുക. ഇനി അതേമാതിരി മെഷറിംഗ് ലോഡ് എന്ന് കാണാൻ പറ്റും. അത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 20 21 22ാമത്തെ കോളത്തിൽ നമുക്ക് ബ്രേക്കിംഗ് ലോഡ് കാണാൻ പറ്റും. അത് സിംപ്ലക്സ് ടൈപ്പാണ് നമ്മൾ എടുക്കുന്നത്. സിംപ്ലക്സ് ഡ്യൂപ്ലക്സ് ഒക്കെ കാണാൻ പറ്റും. അസ്യം സിംപ്ലക്സ് ടൈപ്പ്. സോ ബ്രേക്കിംഗ് ലോഡ് ഈക്വൽ ടു നമുക്ക് 2950 അല്ലേ? കാരണം മെഷറിംഗ് ലോഡ് എന്ന് പറയുന്നത് W' ആണ്. ആ W' എന്ന് പറയുന്നത് നമ്മൾക്ക് ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 340 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 19ാമത്തെ കോളത്തിൽ കാണാൻ പറ്റും. 29 എന്ന് കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിൻ്റെ മെഷറിംഗ് ലോഡ്. അതിൻ്റെ നൊട്ടേഷൻ W' എന്ന് കാണാൻ പറ്റും. W'. അപ്പോൾ അതാണ് 29 കിലോഗ്രാം. ഓക്കെ, അത് സിംപ്ലക്സ് ടൈപ്പാണ്. അപ്പോൾ അതിനെ നമ്മൾ ന്യൂട്ടണിലേക്ക് മാറ്റുമ്പോൾ 29 × 9.81 മൾട്ടിപ്ലൈ ചെയ്യുക. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ W' 284.50 ന്യൂട്ടൺ കിട്ടും. 284.50 ന്യൂട്ടൺ. ഈ 29 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ 29 കിലോഗ്രാം അത് മാത്രമേ ഡാറ്റാ ബുക്കിൽ ഉണ്ടാവൂ. ആ ന്യൂട്ടൻ്റെ വാല്യൂ ഡാറ്റാ ബുക്കിൽ ഉണ്ടാവില്ല. അത് നമ്മൾ 9.81 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത കോളത്തിൽ ബ്രേക്കിംഗ് ലോഡ് എന്ന് കാണാൻ പറ്റും. അത് കണ്ടുപിടിക്കാൻ ഡാറ്റാ ബുക്ക് പേജ് നമ്പർ ഇതേ ഡാറ്റാ ബുക്കിൽ ബ്രേക്കിംഗ് ലോഡ് എന്ന് പറയുമ്പോൾ FU എന്ന് പറഞ്ഞാൽ 2950 കിലോഗ്രാം എന്ന് കാണാൻ പറ്റും ഡാറ്റാ ബുക്കിൽ. ബ്രേക്കിംഗ് ലോഡ് എന്ന് പറയുന്ന സെക്ഷനിലെ കോളം നോക്കുക. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 340 ടേബിൾ 14.39A. അപ്പോൾ ഇതിൽ 22ാമത്തെ കോളം നോക്കുക. സിംപ്ലക്സ് എന്ന് കാണാൻ പറ്റും ബ്രേക്കിംഗ് ലോഡിൻ്റെ കേസിൽ. അപ്പോൾ അങ്ങനെ 2950 കിലോഗ്രാം എന്ന് കാണാൻ പറ്റും. അതിനെ നമ്മൾ 9.81 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? FU കിട്ടും. ഓക്കെ, ഇനി സ്റ്റെപ്പ് 4 പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് ദി സ്പ്രോക്കറ്റ് കാണണ്ടേ. പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് ദി സ്പ്രോക്കറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ് ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 301 14.22N എന്ന് പറയുന്ന ഇക്വേഷൻ നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഫോർ സ്മോൾ സ്പ്രോക്കറ്റ് D1 = P / sin 180 / Z1. അപ്പോൾ Z1 നമ്മൾ 21 കൊടുക്കുക. അപ്പോൾ 127.82 മില്ലിമീറ്ററിന് കിട്ടും. അതേമാതിരി D2 = P / sin 180 / Z2. Z2 നമ്മൾ 116 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ. അത് കൊടുക്കുമ്പോൾ 703.48 mm കിട്ടും. അപ്പോൾ T1 ഉം T2 കണ്ടുപിടിച്ചു. ഇനി സ്റ്റെപ്പ് 5 വെലോസിറ്റി ഓഫ് ചെയിൻ കണ്ടുപിടിക്കണ്ടേ. അത് കണ്ടുപിടിക്കാൻ ഇക്വേഷന് P × Z1 N1 / 1000 എന്ന് കാണാൻ പറ്റും. P × Z1 N1 / 1000. അത് ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 300 14.22A. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 300 14.22A എന്ന് പറയുന്ന ഇക്വേഷൻ നോക്കുക. 300 14.22A എന്ന് പറയുന്ന ഇക്വേഷൻ നോക്കുമ്പോൾ V = P Z1 / 1000 എന്ന് കാണാൻ പറ്റും. അപ്പോൾ അവിടെ
നമ്മൾ പിയുടെ വാല്യൂ നമുക്ക് അറിയാം, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പിച്ച് 19.05 ഇൻറ്റു Z121 ഇൻറ്റു N1 നമ്മൾ കണ്ടുപിടിച്ചു. ക്യാപിറ്റൽ ലെറ്റർ Z1/60 എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപിറ്റൽ N1 ഡിവൈഡ് ബൈ 60 എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിച്ചു. 18.33 ഡിവൈഡ് ബൈ 1000. സോ വെലോസിറ്റി ഈക്വൽ 7.332 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി സ്റ്റെപ്പ് 6 ടാൻജൻഷ്യൽ ഫോഴ്സ് അല്ലെങ്കിൽ ലോഡ്. ആ എഫിൻ്റെ ഇക്വേഷൻ 2 ഇൻറ്റു MT മാക്സ് ഡിവൈഡ് ബൈ ഡി. ആ ഡാറ്റ ബുക്കിൽ കാണുന്നില്ല, അപ്പോൾ അത് പഠിക്കേണ്ടി വരും. പിന്നെ MT മാക്സ് എത്രയാണ്? 2 ടൈംസ് റണ്ണിങ് ടോർക്ക് എന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന് മോട്ടോർ സ്റ്റാർട്ടിങ് ടോർക്ക് അതാണ് MT മാക്സ് എന്ന് പറയുന്നത്. അത് 2 ടൈംസ് റണ്ണിങ് ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ അല്ലെങ്കിൽ ഒരു മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ് ടോർക്ക് അത് കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് ടോർക്ക് എന്ന് പറയുന്നത് 2 ടൈംസ് റണ്ണിങ് ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ F is equal to 2 into MT max divided by D. അതാണ് ടാൻജൻഷ്യൽ ലോഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. സോ MT max is equal to 2 times MT റണ്ണിങ് ആണ്. അപ്പോൾ MT റണ്ണിങ് നമ്മൾ കാണണം. നമുക്കൊരു പവർ is equal to 2π/NT/60 ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടോർക്ക് എന്ന് പറയുന്നത് റണ്ണിങ് ടോർക്കാണ്. അപ്പോൾ 2 into π into N1 1000. ഓക്കെ, 1100. അത് മോട്ടോറിൻ്റെ ഷാഫ്റ്റിൻ്റെ സ്പീഡ് ഇൻറ്റു റണ്ണിങ് ടോർക്ക് ഡിവൈഡ് ബൈ 60 is equal to 15 into 10⁻³ വാട്ട്. അപ്പോൾ അതിനെ നമുക്ക് റണ്ണിങ് ടോർക്ക് 130.22 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ MT മാക്സ് ഇപ്പോൾ 2 ഇൻറ്റു അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 260.44 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. സോ 260.44 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ മില്ലിമീറ്റർ എന്ന് കിട്ടി. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് F is equal to 2 ഇൻറ്റു MT മാക്സ് ഡിവൈഡ് ബൈ D എന്ന് പറയുമ്പോൾ 10,417.6 ന്യൂട്ടൺ എന്ന് കിട്ടും.